വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസിൻ്റെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ചിട്ട് ഈസി മെത്തേഡിലൂടെ ഒരു ബ്ലൗസ് എങ്ങനെയാണ് കട്ട് ചെയ്ത് എടുക്കുക എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. ഈ ഒരു രീതിയിൽ ഏത് അളവിലുള്ള ബ്ലൗസും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. 16 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ഒരു ഫുൾ സ്ലീവ് ബ്ലൗസാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിൻ്റെ ചെസ്റ്റ് വരുന്നത് 44 ഇഞ്ചാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഈ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 മീറ്റർ ബ്ലൗസ് പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്ലൗസ് പീസിൽ നിന്ന് ആദ്യം സ്ലീവിനുള്ള പീസ് ഒന്ന് മുറിച്ച് മാറ്റാം. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 17 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് 19 ഇഞ്ചിലൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ഒന്ന് വരച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള തുണി ഇതുപോലെ രണ്ടാക്കി മടക്കി കൊടുക്കുക ആദ്യം. എന്നിട്ട് നമുക്ക് എത്രയാണ് ലെങ്ത്ത് വരുന്നത് ആ ലെങ്ത്ത് ഒന്ന് എടുത്തിട്ട് അവിടെ പിടിച്ചിട്ട് ഇതുപോലെ 4 ആക്കി മടക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൽ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ തുണി രണ്ടാക്കി മടക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ആവശ്യത്തിനുള്ള ലെങ്ത്ത് കിട്ടുന്നുണ്ടോ, അലവൻസൊക്കെ കൂട്ടിയിട്ട് ലെങ്ത്ത് കിട്ടുന്നുണ്ടോ, അതുപോലെ ചെസ്റ്റ് അളവും ഇതിനകത്ത് ഫുള്ളായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം കേട്ടോ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് ഞാൻ എടുക്കുന്നത് 16 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഫ്രണ്ട് പാർട്ടിന് അലവൻസ് കൊടുക്കുന്നത് 1.5 ഇഞ്ചും ബാക്ക് പാർട്ടിന് അലവൻസ് കൊടുക്കുന്നത് 2 ഇഞ്ചുമാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ അവിടെ 17 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതുപോലെ ബാക്ക് പാർട്ടിന് 18 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഒന്ന് വരച്ചെടുക്കുക. ബ്ലൗസ് കട്ടിങ്ങിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ബ്ലൗസ് കട്ടിങ് മെത്തേഡാണ് കേട്ടോ ഞാൻ ഈ കാണിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കുക. ഷോൾഡർ ഞാൻ എടുക്കുന്നത് 6.5 ഇഞ്ചാണ് കേട്ടോ. അതുപോലെ ആം ഹോൾ ലെങ്ത്ത് എടുക്കുന്നതും 6.5 ഇഞ്ച് തന്നെയാണ്. അതിനുശേഷം നീളത്തിലൊരു വര വരച്ച് കൊടുത്തിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് 10.5 ഇഞ്ചാണ് കേട്ടോ. അത് നമ്മൾ ബോഡി പാർട്ടിൽ നിന്നാണെങ്കിൽ നേരിട്ട് അളവെടുക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു ലോസ് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ബ്ലൗസിൽ നിന്ന് അളവെടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് അലവൻസ് മാത്രം കൊടുത്താൽ മതി, ലൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെസ്റ്റ് അളവ് വരുന്നത് 10.5, അതിൻ്റെ കൂടെ 2 ഇഞ്ച് അലവൻസും കൂടെ കൂട്ടിയിട്ട് അതും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കോർണറിൽ നിന്ന് ഒരു 1.25 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കൈക്കുഴി വരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് നെക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. നെക്ക് വിടുത്ത് എടുക്കുന്നത് 2.5 ഇഞ്ചാണ് കേട്ടോ. അതിൻ്റെ നെക്ക് ലെങ്ത്ത് എടുക്കുന്നത് 5.5 ഇഞ്ചും. അതൊന്ന് വരച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു ബോക്സ് ആക്കി വരച്ച് കൊടുക്കുക. അതിനുശേഷം നെക്ക് റൗണ്ട് ആ ബോക്സിനകത്ത് വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ബാക്ക് നെക്കും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ഈ ഒരു ഫ്രണ്ട് പാർട്ട് പൊന്തിച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 3 ഇഞ്ചാണ് കേട്ടോ ബാക്ക് നെക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴെ ബാൻഡ് പീസ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ബാൻഡിൻ്റെ അവിടെ വരുന്നത് ഫസ്റ്റ് നമുക്ക് 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ഇവിടെ ഒരു 3.5 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തുക. അതിൻ്റെ ഇപ്പുറത്തായിട്ടായിട്ട് നമുക്കൊരു 4 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് വരച്ചെടുക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് അടയാളപ്പെടുത്തുന്നത് ബെസ്റ്റ് പോയിൻ്റ് ആണ് കേട്ടോ. ബെസ്റ്റ് പോയിൻ്റ് എങ്ങനെ അടയാളപ്പെടുത്തുക എന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഷോൾഡർ ഉണ്ടല്ലോ, ഇതിൻ്റെ സെൻറ്റർ കാണുക കേട്ടോ ആദ്യം. ഇപ്പോൾ ഇവിടെ ഷോൾഡർ വന്നിട്ടുള്ള 4 ഇഞ്ചാണല്ലോ, അതിൻ്റെ സെൻറ്റർ ഒന്ന് കാണുക 2 ഇഞ്ച്. ആ 2 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് നമുക്ക് എത്രയാണോ ബെസ്റ്റ് പോയിൻ്റ് വരുന്നത് എന്ന് വെച്ചാൽ അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ഞാനിവിടെ 10 ഇഞ്ചിലാണ് കേട്ടോ ബെസ്റ്റ് പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റുമായിട്ട് ഓരോ ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒരു റൗണ്ട് വരച്ചെടുക്കുക. ഇനി നമുക്ക് താഴേക്കുള്ള ഡാട്ട് വരച്ചെടുക്കുക കേട്ടോ. താഴേക്ക് ഒരു 2.5 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സൈഡിലോട്ട് ഒരു 1.25 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതുപോലെ മറ്റേ ഭാഗത്തേക്കും 1.25 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. നമുക്ക് ഇവിടെ ഒരു 2.5 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. 4 ഇഞ്ച് വീതിയിൽ വേണം കേട്ടോ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കാനായിട്ട്. നമ്മൾ ഇതിൻ്റെ ഈ ഒരു നമ്മൾ താഴെ അടയാളപ്പെടുത്തി കൊടുത്ത ഈ ഡാട്ട് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലേക്ക് വരുന്ന രീതിയിൽ ഇവിടെയും നമുക്കൊരു 4 ഇഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ ബോഡി പാർട്ട് അടയാളപ്പെടുത്തി കൊടുക്കൽ. ഈ ഒരു ഈസി മെത്തേഡിലൂടെ നിങ്ങളും ഇതുപോലെ ബ്ലൗസ് ഒന്ന് കട്ട് ചെയ്ത് നോക്കൂ കേട്ടോ. ഈസി ആയിട്ട്
നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ടെൻഷനും ഇല്ലാതെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് നമുക്കൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ, ഈ ഒരു മെത്തേഡിലൂടെ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. താഴെ നമ്മൾ 17 ഇഞ്ച് അടയാളപ്പെടുത്തി അവിടെ വേണം കേട്ടോ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരുമിച്ച് കട്ട് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഈ ഒരു ബാൻഡ് പീസിൻ്റെ ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഈ ഭാഗം മുതൽ കട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഈ ഒരു ഫ്രണ്ട് നെക്കൊന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് വരിക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ബാക്ക് നെക്കൊന്ന് അടയാളപ്പെടുത്തിയിരുന്നല്ലോ, അവിടെ ഒന്ന് ബാക്ക് നെക്കൊന്ന് വരച്ചെടുക്കുക. 3 ഇഞ്ച് ലെങ്ത്തിലാണല്ലോ നമ്മൾ ബാക്ക് നെക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അത് ഈ ഒരു സമയത്ത് നമുക്കൊന്ന് വരച്ചെടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക. ഇനി നമുക്ക് ഈ ഒരു ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഫോൾഡായിട്ടുള്ള ഷോൾഡറിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ, അവിടെയും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബാക്ക് പാർട്ട് 18 ഇഞ്ച് ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ബാൻഡ് പീസ് 2 പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതായത് നമ്മൾ ഒരു പീസ് മാത്രമല്ല ബാൻഡ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ 2 പീസും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഫോൾഡായിട്ടുള്ള ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഈ ഒരു അളവിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാൻഡ് പീസിൻ്റെ 3 പീസും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡി പാർട്ടൊന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണല്ലോ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. അതിന് മറ്റേ ഭാഗത്തും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മാർക്ക് മറ്റേ ഭാഗത്തും കൂടെ പതിഞ്ഞ് കിട്ടിക്കോളും. കറക്റ്റായിട്ട് എല്ലാ ഭാഗവും ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വേണം കേട്ടോ വെച്ചിട്ട് പ്രസ് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ ഈ മാർക്ക് വന്ന മുകളിലൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴെ ഈ ഒരു ഡാട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയൊരു നോച്ചസ് ഇട്ട് കൊടുക്കാം കേട്ടോ. നിർബന്ധമല്ല, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് സ്ലീവ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 17 ഇഞ്ചാണ്. അതിൻ്റെ ഷോൾഡർ തയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചും താഴെ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 1.5 ഇഞ്ച് അലവൻസും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് വരുന്നത് 4.5 ഇഞ്ചാണ്. അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് അലവൻസും കൂടെ കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ 4.5 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സാധാരണ സ്ലീവ് വരച്ചെടുക്കും പോലെ നമുക്ക് വരച്ചെടുക്കാം. ഇനി ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ടായിട്ടൊന്ന് കുഴിച്ച് വരച്ച് കൊടുക്കുക ഫ്രണ്ട് പാർട്ടിന് വേണ്ടിയിട്ട്. നമുക്ക് ഈ അടയാളപ്പെടുത്തിയ ഈ ഭാഗത്തൊന്ന് ലൈന് വരച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത ഈ ഭാഗത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടും കൂടെ ഒന്ന് കുഴിച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിവിടെ ഒരു ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫേസിങ്ങും ബൈൻഡിങ്ങും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ. ബൈൻഡിങ് നമ്മൾ 3 ഇഞ്ചും ഫേസിങ് നമ്മൾ 1.5 ഇഞ്ചുമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് 1.5 ഇഞ്ച് വരുന്ന കുറച്ച് ക്രോസ് പീസാണ് കേട്ടോ വേണ്ടത് നെക്കിന് വെച്ച് കൊടുക്കാനായിട്ട്. അത് നമുക്ക് ഈ ഒരു പീസിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഈസി മെത്തേഡിലൂടെ എങ്ങനെയാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഈ ഒരു സിമ്പിളായിട്ടുള്ള കട്ടിങ്ങിലൂടെ നിങ്ങൾക്ക് ഏത് അളവിലുള്ള ബ്ലൗസ് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ.